ഏറ്റവും ആദ്യം നമുക്ക് ശരീരഭാരം കൂടിയപ്പോൾ നമ്മുടെ വയറിലാണ് ഫാറ്റ് അടിഞ്ഞത്, അതായത് വയറാണ് ആദ്യം ചാടിയത്. അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിൽ നിന്നും ഫാറ്റ് അകറ്റാൻ ശ്രമിക്കുമ്പോൾ, അതായത് വ്യായാമങ്ങൾ ചെയ്തും ഡയറ്റ് നോക്കിയും നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും അവസാനം കുറയുന്നതും നമ്മുടെ വയറായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള മറ്റു ഭാഗത്തുള്ള കൊഴുപ്പ് അകറ്റുവാനുള്ള വ്യായാമങ്ങളും അതോടൊപ്പം തന്നെ വയറിനുള്ള വ്യായാമങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നല്ലൊരു ഡയറ്റ് കൂടി ഫോളോ ചെയ്യാൻ നോക്കണം. ഡയറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ നന്നായിട്ട് ഡയറ്റ് നോക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക. വ്യായാമങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വളരെ അധികമായിട്ട്, അതായത് വളരെ കഠിനമായ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും ശരീരഭാരവും വയറും കുറയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക, അതുപോലെ നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പൊസിഷൻ, ആദ്യം നിങ്ങൾ വലതുകാല് അല്ലെങ്കിൽ ഇടതുകാല് പറ്റുന്നത്ര കയറ്റി വയ്ക്കാം. അതിനുശേഷം നിങ്ങളുടെ സെയിം കാലിന്റെ കൈ ഇതുപോലെ അപ്പ് ചെയ്യുക, മുകളിലോട്ട് നോക്കുക. അതിനുശേഷം കൈ നിലത്ത് വെച്ച് പ്ലാങ്ക് പോസിൽ വരിക. ഇനി വലതുകാല അല്ലെങ്കിൽ അടുത്ത കാലം മുന്നോട്ട് വെക്കുക. സെയിം കൈ മുകളിലോട്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡൗൺ ചെയ്യുക, കൈ പ്ലാങ്ക് പോസിൽ വരിക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് ഒരു 5 റൗണ്ട്, ലെഫ്റ്റ് സൈഡിൽ 5 റൗണ്ട്. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ ഞാൻ ബ്രീത്തിങ് ചെയ്യുന്ന ഒരു രീതിയും കൂടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് ചെയ്യാം. നമുക്കപ്പോൾ ആരംഭിക്കാം. ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. പ്ലാങ്ക് പോസ്. ഇനി നിങ്ങൾ വലതുകാല് മുന്നോട്ട് വെക്കുക. ഞാൻ ബിഗിനേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്, അധികം കയറ്റി വെക്കുന്നില്ല. ഇനി വലതുകൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. വലതുകൈ താഴ്ത്തുക, പ്ലാങ്ക് പോസ്. ഇനി ഇടതുകാല് മുന്നോട്ട് വെക്കുക, ഇടതുകൈ ഉയർത്തുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, മുകളിലോട്ട് നോക്കുക, ഇടതുകൈ താഴ്ത്തുക, പ്ലാങ്ക് പോസ്. ഒരു റൗണ്ട്. വലതുകാൽ മുന്നോട്ട് വെക്കുക, വലതുകൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, കൈ താഴെ വെക്കുക, പ്ലാങ്ക് പോസ്. ഇടതുകാൽ മുന്നോട്ട് വെക്കുക, ഇടതുകൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, സാവധാനത്തിൽ ചെയ്യാം. ഇടതുകൈ താഴ്ത്തുക, പ്ലാങ്ക് പോസ്. 2 റൗണ്ടായി. വലതുകാൽ മുന്നോട്ട് വെക്കുക, വലതുകൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, വലതുകൈ താഴ്ത്തുക, പ്ലാങ്ക് പോസ്. 3ാമത്തെ റൗണ്ടാണ്. ഇടതുകാൽ മുന്നോട്ട് വെക്കുക, ഇടതുകൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, ഇനി താഴ്ത്തുക, പ്ലാങ്ക് പോസ്. 4ാമത്തെ റൗണ്ട്. വലതുകാൽ മുന്നോട്ട് വെക്കുക, വലതുകൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക, വലതുകൈ താഴ്ത്തുക, പ്ലാങ്ക് പോസ്. ഇടതുകാൽ മുന്നോട്ട് വെക്കുക, ഇടതുകൈ ഉയർത്തുക, ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, മുകളിലോട്ട് നോക്കുക, ഇനി പ്ലാങ്ക് പോസ്. അവസാന റൗണ്ട്. വലതുകാൽ മുന്നോട്ട് വെക്കുക, വലതുകൈ ഉയർത്തുക, ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇനി വലതുകൈ താഴ്ത്തുക, പ്ലാങ്ക് പോസ്. ഇടതുകാല് കയറ്റി വെക്കുക, ഇനി ഇടതുകൈ ഓപ്പൺ ചെയ്യുക, മുകളിലോട്ട് നോക്കുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഇടതുകൈ താഴ്ത്തുക, ഇനി പ്ലാങ്ക് പോസ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 തവണ കൂടി ചെയ്യാം, പറ്റുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർ മസിൽസിനെ ടൈറ്റ് ആക്കുവാനും വയറ് കുറയ്ക്കുവാനുമുള്ള ഒരു പൊസിഷനാണ് നവാസനം. അതിനായിട്ട് നിങ്ങൾക്ക് 2 മുട്ടുകൈയും ഇതുപോലെ മാറ്റിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കാം. എന്നിട്ട് കൈകൾ സ്ട്രെച്ച് ചെയ്യുക, കാൽ രണ്ടും അപ്പ് ചെയ്യുക, ഇതുപോലെ. ഇനി ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും നെഞ്ചിനോട് അടുപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് അടുപ്പിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക. ഇത് ബാലൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല ഈ ഒരു പൊസിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ടുകൈ ഇതുപോലെ വെച്ച് ഇതുപോലെ ചെയ്യാം, ഇതുപോലെ കംഫർട്ടബിൾ ആയ രീതിയിൽ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കാല് നിങ്ങൾ മടക്കി ചെസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. അപ്പോൾ 10 റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ആദ്യം
കൈകൾ ഇതുപോലെ വയ്ക്കുക, 2 കൈകളും ഉയർത്തുക, കാലുകളും ഉയർത്തുക. ഇനി എക്സേൽ, കാല് മടക്കി ചെസ്റ്റിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ, സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ, ചെസ്റ്റിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ, സ്ട്രെച്ച് ചെയ്യുക. 2 റൗണ്ട്. എക്സേൽ, കാല് മടക്കുക. ഇൻഹേൽ, സ്ട്രെച്ച് ചെയ്യുക. 3 റൗണ്ട്. എക്സേൽ, മടക്കുക. ഇൻഹേൽ, സ്ട്രെച്ച്. 4 റൗണ്ടായി. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെച്ച്. 5 റൗണ്ട്. ടയർഡാണെങ്കിൽ കൈ നിലത്ത് വയ്ക്കാം. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെച്ച്. 6 റൗണ്ട്. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെച്ച്. 7 റൗണ്ട്. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെച്ച്. 8 റൗണ്ട്. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെച്ച്. 9 റൗണ്ട്. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെയിറ്റ്. 1 റൗണ്ട് കൂടി, എന്നിട്ട് അവസാനിപ്പിക്കാം. എക്സേൽ, ബെൻഡ്. ഇൻഹേൽ, സ്ട്രെച്ച്. നിങ്ങൾ ടയർഡാണെങ്കിൽ റിലാക്സ് ചെയ്യുക, മാറ്റിൽ കിടക്കുക. ടയർഡ് അല്ലെങ്കിൽ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യുക, എന്നിട്ട് റിലാക്സ് ആവുക. നന്നായിട്ട് ശ്വാസം എടുത്തു വിടാം. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.